ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മുടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നനച്ചുള്ളിപ്പണീൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? ഞാൻ നല്ല നനച്ചുള്ളിപ്പണീൻ്റെ തിരക്കിലാണ്. കുറേയൊക്കെ കഴിഞ്ഞു, ഇനിയും കുറേയൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് മടിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് നനച്ചുള്ളിപ്പണിയൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ കുറച്ച് രാത്രി വരെയുള്ള വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. നനച്ചുള്ളിപ്പണിയുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് പാമ്പ് നല്ലൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളും കൂടെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് രാവിലെ കേട്ടോ, ഇന്ന് ക്ലീനിങ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, അതുപോലെ നമ്മളെ നനച്ചുള്ളിപ്പണി നന്നായിട്ട് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പാമ്പ് തന്ന പണി എന്ന് പറഞ്ഞില്ല, അത് ഞാൻ പതിയെ പറയട്ടോ. അപ്പോൾ രാവിലത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് അതിന് കൂടെ മുറ്റടിക്കണം. അതിനായിട്ട് ഞാൻ കൊട്ടയും മറ്റൊക്കെ ആയിട്ട് റെഡിയായി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചെടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പാമ്പ് തന്ന പണി കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ മാറ്റിയിട്ടുണ്ട്, ഇനി ഈ ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ഞാനൊന്ന് വെള്ളപ്പത്തിനുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റൊക്കെയും അത് നന്നായിട്ട് നിറഞ്ഞ് പോയി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇളക്കി നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് 2 പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി മുറ്റത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണോ അത് ചെയ്യാനായിട്ട്. അപ്പോൾ വെള്ളപ്പായതുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ പിന്നെ ഇന്ന് കുട്ടികൾക്ക് മദ്രസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ പേടിക്കാനൊന്നുമില്ല, അക്കത്തിരി ചെയ്താൽ മതി. പിന്നെന്താ പറയുക, നേരത്തെ തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പണികളാണ്, എടുത്തിട്ടും തീരാത്ത പണികളാണ് കേട്ടോ. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നനച്ചുൽപ്പണിയെ കുറിച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മേലൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ ശേഷമാണ് നമ്മളെ റോഡ് കീറി എടുത്ത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് റോഡ് മൊത്തത്തിൽ കീറി, അപ്പോൾ ഒന്നായിട്ട് പൊട്ടിയായി. പിന്നെ ആ എടുക്കാനുള്ള ഫ്ലോ ആണ്ട് പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ പണികളൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുറ്റത്തുനിന്നല്ല കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന അന്ന് രാവിലെ കാസി സുബിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ മതിലിൻ്റെ പുറത്ത് ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മതിലിൻ്റെ പുറത്ത് റോട്ടിലാണ്. അപ്പോൾ ഈ ഒരു കല്ല് കിടക്കുന്ന സ്ഥലത്ത് ഒരു പൊത്തുണ്ട്, ഒരു മടമുണ്ട്, പാമ്പിൻ്റെ എന്താ പറയുക, പാമ്പിൻ്റെ പിന്നെ പൊത്തുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് പാമ്പ് കയറിയിരിക്കണതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ പുറത്തെടുത്ത് അവർ ഒരു വടി വെച്ച് ആട്ടിയിട്ട് ഒരു അപ്പുറത്തെ പറമ്പിലേക്ക് സംഭവം ആയിട്ടുണ്ട്. പക്ഷേ ഇനിയും അത് അവിടേക്ക് വരുമെന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. അപ്പോൾ അത് കാരണം കാസിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, നമ്മൾ റോട്ടിൽ നിന്നൊരു പാമ്പിനെ കണ്ട് നമ്മളെ ചെടിക്കൂടത്തേക്ക് വരാത്ത ഭാഗ്യമാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് ഇനിയിപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് മാറ്റണം. ഞാനൊരു അണ്ണൻ്റെ അടുത്ത് പറയാം, അപ്പോൾ അണ്ണൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ചെടികളൊക്കെ മാറ്റി അവിടെ ഒന്ന് ക്ലീനാക്കി തന്നോളൂ എന്നാണ്. അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ്, കാസിക്ക് എനിക്കറിയാം എൻ്റെ ചെടിക്കൂട്ടത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, ഇതുവരെ വന്നിട്ടില്ല, ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ മിക്ക ദിവസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റലും ചെയ്യലായിട്ട് ഞാൻ ഒരു ദിവസത്തിൻ്റെ ഒരു പകുതി ഭാഗം ചെടിൻ്റെ കൂടെ തന്നെ എന്ന് പറയട്ടെ. ഇപ്പോഴാണ് ഈ ഒരു നനച്ചുള്ളിപ്പണിയായിട്ടാണ് വല്ലാതെ ചെടിമക്ക് പോകാത്തത്, കാരണം സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാണകം കലക്കി ഒഴിച്ചിട്ട് വളം ചെയ്യും. അതേപോലെ ചട്ടികളൊക്കെ മാറ്റി വെക്കും, വേറെ എന്തെങ്കിലും ഉണങ്ങിയ ഇലകളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിടാനൊക്കെ ആയിട്ട് ഒക്കെ മാറ്റും. ഇപ്പോൾ ഈ ബൊഗെയിൻവില്ല ചെടികളൊന്നും ഇവിടെ ഇല്ലായിരുന്നില്ല, വെയിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയത്. അപ്പോൾ ആ ഭാഗമൊക്കെ ഇപ്പോൾ കാലിയായിട്ടുണ്ട്, ആദ്യം വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെടികളെ കൂടെ തന്നെയാണ് മിക്കപ്പോഴും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിനെ കണ്ടിട്ട് ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ക്ലീൻ ആക്കില്ല എന്ന് പറയത്തില്ല. അപ്പോൾ കാശ് ഒരാളാക്കാമെന്ന് പറഞ്ഞ്, പക്ഷെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ആക്കുന്ന പോലെ ആവും ചെയ്യില്ല. ചെടിച്ചട്ടികളൊക്കെ വീഴുകയോ പൊട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ വീണാൽ ഒക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ പോലെ അവർ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ തന്നെ ക്ലീൻ ആക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം പ്രത്യേകിച്ച് ഇതിലുള്ളത് നമ്മൾ ഈ ഒരു ഇലകൾ വീണിട്ടുള്ളതും, പിന്നെ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ തേങ്ങമെന്ന് തെങ്ങുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പൂക്കുല വീണതും, പിന്നെ നമ്മൾ നനച്ചെടുക്കുമ്പോഴും, പിന്നെ ഇതുവരെ പെയ്ത മഴൻ്റെതൊക്കെ ആയിട്ട് മണ്ണുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാപ്പിൽ കറങ്ങി. ഈ ഒരു ക്യാപ്പ് ഉണ്ടാവാൻ കാരണം ഇത് നമ്മൾ മുറ്റത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഹാഫ് മതിൽ കെട്ടിയപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടൊരു ചതുരത്തിൽ അതിനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കയറ്റി കൊണ്ട് കെട്ടിയതായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ക്യാപ്പ് വന്നതാണ്. അപ്പം അത് പിന്നെ ആ കട്ടൊന്നും എടുത്തിടാതെ അതേപോലെ തന്നെ വെച്ച് നമ്മൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാപ്പിലായിട്ട് കുറേ വലിയ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഹാഫ് മതിലുമേലും നമ്മൾ വെച്ച സ്റ്റാൻഡുമേലൊക്കെയാണ് ചെറിയ ചട്ടികൾ വെക്കുക. ശരിക്കും ഇവിടെ എന്താ നോക്കുമ്പോൾ വിചാരിക്കും, പുറത്തുനിന്ന് ഒരാൾ വന്ന് കണ്ടാൽ പറയുക, എന്താണ് ഇത്രയും ചെടികൾ വെച്ചിരിക്കണത്, ഒന്ന് മാറ്റി വെച്ചൂടെ, എന്തെങ്കിലും ജന്തുക്കളുണ്ടാവില്ല എന്ന് ചോദിക്കും. എല്ലാവരും വന്ന് കണ്ടാലും ചോദിക്കണതാണ് കേട്ടോ. പക്ഷെ ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ കാശ് പറയുന്നത് നമുക്ക് മാറ്റണം, ആൾക്കാർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറയും ചെയ്യുന്നൊക്കെ. പക്ഷെ ഞാൻ പറയും, നമുക്കറിയാലോ, അങ്ങനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷേ ഇതിപ്പം അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പേടിയായിട്ടാണ്. കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, കാശി ഒന്ന് ഫോണിലൊന്ന് വീഡിയോ എടുത്തിട്ട് അതിൽ എനിക്ക് കാണാൻ, കാരണം കണ്ട സ്ഥിതിക്ക് ഇന്നെ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്നെ വിളിച്ചൊന്നുമില്ല, അവർ കണ്ട ബേജാറിൽ അവരുടെ അപ്പുറത്തുള്ള ആൾക്കാരെയൊക്കെ കൂടെ കൂട്ടിയിട്ട് അതിനെ പുറത്ത് കളഞ്ഞിക്കണം.
പക്ഷേ ഞാൻ വീഡിയോ എടുത്തു. നമ്മൾ ഒന്നാമതൊരു വീഡിയോ എടുക്കുന്ന ആളും കൂടെ ആയപ്പോൾ എന്ത് കണ്ടാലും വീഡിയോ എടുക്കും. എന്നോട് അറിയും പാമ്പിനെ കണ്ട് പേടിയാകുമ്പോൾ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനും ഫോൺ എടുക്കാനൊക്കെ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിൽ നമ്മളതിന് പേടിയോണ്ട് ഇപ്പം ഇതിവിടെ വൃത്തിയാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും അവിടെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇനി ഒരു പ്രശ്നങ്ങളുമില്ല. ഇത് കാസി അറിയില്ല ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാസി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആൾ വരണേക്കാൾ മുമ്പ് ഞാൻ ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, മുറ്റങ്ങൾ മൊത്തം ഒന്ന് അടിച്ചു വരണം. ഏതായാലും അതിനായിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ അതാ മൊത്തം അടിച്ചു വാരി. പിന്നെ കുറച്ച് ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടന്നിരുന്നു. അതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെന്താ പറയുക, അപ്പോൾ ഞാനല്ലെങ്കിൽ നോമ്പിൻ്റെ മുമ്പായിട്ടൊന്ന് ക്ലീൻ ആക്കലുണ്ട്. എൻ്റെ നോമ്പിന് വല്ലാണ്ട് ചെടിയുമ്പോൾ നിൽക്കാൻ പറ്റില്ല, നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയെടുത്ത് കാസിക്കൊരു സർപ്രൈസ് തന്നെ ഉണ്ട് കേട്ടോ. കാരണം കാസി വന്ന സമയത്ത് ക്ലീൻ ആക്കിയത് കണ്ടപ്പോൾ ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരാളെ ഏൽപ്പിച്ച് ചെയ്യാന്ന് പറഞ്ഞല്ലേ ഇതില്ല. അപ്പം ഇങ്ങനെ ഏതായാലും ഞാനതൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു പാമ്പിനെയും പുലിനെയും പല്ലിനെയും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു പല്ലി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും സമാധാനമായി. അങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്നല്ല വിചാരിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കിച്ചണിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ കിച്ചണിൽ വന്നിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശയും വെള്ളപ്പം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നേരം വൈകിയ കാരണം വെള്ളപ്പം മാത്രം ആക്കിയിട്ട് ഉണ്ടാക്കേണ്ട, ദോശയും കൂടി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ഒരു സ്റ്റൗവിൽ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നിൽ നമ്മൾ എന്താ പറയുക ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്യുന്ന നേരം കൊണ്ട് മോള് വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തേങ്ങ ഒക്കെ ഒന്ന് ചിരകി വെച്ച് തന്നിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടോ. അപ്പം നല്ല നേരം വൈകിയ കാരണം നമുക്ക് എല്ലാത്തിനും ധൃതിയാവുമല്ലോ. ചട്ടിയാണെങ്കിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ കൈ കൊണ്ട് പിടിക്കാൻ പറ്റണില്ല. അപ്പം ഞാൻ ഒരു തുണി വെച്ച് പിടിച്ചിട്ട് വെള്ളപ്പം ഉണ്ടാക്കുക. സൂപ്പറായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും വെള്ളപ്പം നമ്മളെ ദോശയൊക്കെ റെഡിയായി. ഇനി നമ്മൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് നേരമായിട്ട് മുറ്റത്ത് തന്നെ അല്ലേ. രാവിലെ തണുപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉച്ചയ്ക്ക് കുറച്ചൊന്ന് വെയിൽ വരുമ്പോഴേക്കും നല്ല ചൂടാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ചായ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ 1-2 ദിവസമായിട്ട് എടുത്തതാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ നനച്ചുള്ളിപ്പണി കുറേയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നനച്ചുള്ളിപ്പണീൻ്റെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോമ്പിനായിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പുതപ്പുകളൊക്കെ മക്കൾ പുതക്കുന്ന പുതപ്പുകളൊക്കെ ഒന്ന് മെഷീനിലിടുകയാണ്. പിന്നെ ഈ ഒരു പുതപ്പ് മെഷീനിലിടാൻ പറ്റുള്ളൂ. ഞങ്ങൾ യൂസ് ആക്കുന്നത് ഇതിൽ കൊള്ളൂല കേട്ടോ. അത് നമ്മൾ ബാത്ത് ഡബ്ബയിലിട്ടിട്ടാണ് കേട്ടോ കഴുകാറ്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കുട്ടികളൊക്കെ ചവിട്ടി കയറി നന്നായിട്ട് ഇന്ന് ഡാൻസൊക്കെ ചെയ്തിട്ടാണ് വൃത്തിയാക്കാറ്. അപ്പോൾ ഏതായാലും ഇതിൽ ഞാൻ സോപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കറങ്ങാനായിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിവിടെ റെഡിയായി കിട്ടും. പിന്നെ നമ്മളെ കിച്ചണിലെ ചെയറുകളൊക്കെ ഒന്ന് കഴുകി വെക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോരോ സംഭവങ്ങളായിട്ട് അങ്ങനെ ഉണ്ടോ ക്ലീൻ ആക്കിയത്. അപ്പോൾ ഈ ചെയറുകൾ ഞാൻ ഇത്രയും നമ്മളെ വീട്ടിൽ ക്ലീൻ ആക്കിയാൽ ഏറ്റവും കച്ചറ ഉണ്ടായിരുന്ന ഈ ഒരു ചെയറുമലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെയറിൻ്റെ ഈ ഒരു വെള്ള ഭാഗം കണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യാപ്പിൽ നന്നായിട്ട് കച്ചറ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുട്ടികളൊക്കെ മോനൊക്കെ എന്തെങ്കിലുമൊക്കെ കളയും. പിന്നെ നന്നായിട്ട് പൊടിയും കാര്യങ്ങളും നമ്മൾ അതിൻ്റെ മേൽഭാഗത്ത് ഒരു കച്ചറയും കാണുമല്ലോ. പക്ഷേ എങ്കിൽ അത് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴാണ് എത്രമാത്രം കച്ചറ ഉണ്ടായെന്ന് മനസ്സിലായത്. സാധാരണ നമ്മൾ കഴുകുമ്പോഴൊക്കെ ആ വൈറ്റ് പോർഷൻ എടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ കഴുകാറ്. അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ ഇനി. പിന്നെ നമ്മുടെ പാത്രം കഴുകി വെക്കുന്ന ട്രേയും അതുപോലെ പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻഡൊക്കെ കഴുകാണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് മാറ്റ് കഴുകിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്തെടുത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മളെപ്പോഴും തുടക്കണോണ്ട് തന്നെ ഇതിലൊന്നും ഒരു കച്ചറ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ച് ഇപ്പോൾ 2 ആൾക്കാരോട് നന്നായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട് എൻ്റെ കൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയായപ്പോഴേക്കും കാസി ചോറ് ഫുഡ് പുറത്തുനിന്ന് കൊടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിക്കനോ ബീഫ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാസി പറഞ്ഞാൽ നമ്മളടുത്ത് ചോറ് ഇന്ന് പുറത്ത് നമുക്ക് വാങ്ങിക്കാം, അത് നല്ലത്. അങ്ങനെ ഇപ്പോൾ അതൊന്നും ഈസി ആയിട്ട് അതല്ലാതെ തന്നെ പിന്നെ അതിനും കൂടെ നിൽക്കുമ്പോൾ നല്ല നേരം വഴിയില്ലോ നല്ല നേരം വഴിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ജോലിയുള്ള സമയത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ജോലികളാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ചെയ്യണ്ടേ. ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരും. അതേപോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ കഞ്ഞി വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനേ നടക്കുകയുള്ളൂ. അല്ലാതെ ഒരുപാട് ഐറ്റംസ് ഫുഡ് ഉണ്ടാക്കി പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ക്ലീനിങ്ങുള്ള നേരെ അതും വഴുകും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽപ്പുകളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ സുഖമാണ്. അപ്പോൾ നല്ല അടിപൊളി ഫുഡ് ആയിരുന്നുണ്ട്. വിശന്നിട്ടാണോന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് നിന്നു.
അപ്പോൾ എൻ്റെ കാസിങ്ങനെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് അധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പപ്പായ കൊണ്ടുവന്നപ്പോൾ ഞാൻ കാസിൻ്റെ അടുത്ത് പറഞ്ഞ് എന്തിനാ ഈ 2 വാങ്ങിച്ച്, രണ്ടും പച്ചയാണല്ലോ എന്ന്. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴേക്കും രണ്ടും നന്നായിട്ട് പഴുത്തിട്ടാ, നല്ല പഴുത്ത്. അതേപോലെ പൈനാപ്പിൾ 2 ഉണ്ടായിരുന്നു, രണ്ടും നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പൈനാപ്പിൾ ഞാൻ പിന്നെ കട്ട് ചെയ്യുന്നില്ല, പപ്പായ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ. ഞാനിത് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ബോക്സിലാക്കി വെക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുക. പിന്നെ ഈ ഒരു ചൂടിന് എപ്പോഴും ജ്യൂസൊക്കെ അടിക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ മക്കൾ തന്നെ എടുത്ത് ജ്യൂസ് ചെയ്തോളൂ. ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാറ്, ജ്യൂസ് കുടിക്കില്ല കേട്ടോ. തീരെ കുടിക്കില്ല എന്നല്ല, പക്ഷേ എനിക്കിഷ്ടം കട്ട് ചെയ്തിട്ട് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ കുരു നല്ല മൂത്തതായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വിതറിയിട്ടുണ്ടെങ്കിൽ മുളച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ചിരട്ടയിലേക്ക് മാറ്റി വെച്ചതാണ്. ഇനി ബാക്കിയും കൂടി ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ശരിക്കും പറയുകയാണെങ്കിൽ 2 പപ്പായം കട്ട് ചെയ്യാനായിട്ടുണ്ട്, പക്ഷെ എനിക്ക് നേരമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ബാക്കി നാളത്തെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിതൊന്നുണ്ട് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനെടുത്ത് കഴിക്കുക, ജ്യൂസ് അടിക്കുക ഒക്കെ നല്ല സുഖമായല്ലോ. കഴുകാനോ ഒന്നുമില്ല, ഒക്കെ കട്ട് ചെയ്യലും തൊലി കളയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മൾ സെല്ലാജ എന്നാണ് പറയൽ. അപ്പോൾ ഞാനത് സെല്ലാജയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ ഓർക്കാപ്പുളി മാങ്ങയൊക്കെയാണ് കറിയിലിടലിട്ട്. അപ്പോൾ പുളി ഞാൻ എടുത്ത് വെക്കുന്ന ഒരു രീതിയും കൂടി കാണിക്കട്ടോ. നമ്മളിങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ഉരുട്ടിയിട്ട് ജാറിലിട്ട് വെക്കുക ചെയ്യൽ. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താ പറയുക, ഇങ്ങനെ കൈയിട്ട് വലിച്ചെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് ഉരുട്ടിയിട്ട് ജാറിലിട്ടിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല സുഖമായിട്ട് എടുക്കാനായിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കറിക്ക് അത്രയും മതിയല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമ്മളെ കയ്യിലേക്ക് കച്ചറാവുകയും ചെയ്യില്ല. പിന്നെ കുറച്ച് മാങ്ങ അറുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്രാവശ്യം മാങ്ങ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇത് മേലെ പിന്നെ ടെറസൊക്കെ അടിച്ച് വരാൻ പോയപ്പോൾ ഒരു കൊള്ളി വെച്ച് തട്ടിയപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നുമില്ല, ഈ കിട്ടിയത് തന്നെ ഉള്ളൂ. ഇനി കണ്ണിമാങ്ങകളാണ് ഉണ്ടായി വന്നിട്ട് വേണം. അപ്പോൾ നമുക്ക് കിട്ടിയത് ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറിട്ടാൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും കുറച്ച് ഉപ്പിലിടുക, അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ചെയ്ത് വെച്ചാൽ പിന്നെ ഇനിയിപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ വിചാരിച്ച് അതിനും കൂടെ നിന്നതാണ്. അപ്പോൾ ഞാൻ ഉപ്പിലിട്ടെന്ന് കാണിക്കട്ടോ. അങ്ങനെ ഉപ്പിലിടുമ്പോൾ അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് എടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലാണ് ഇടുന്നത്. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക്, ചീനമുളക് ഉണ്ടാക്കാൻ നല്ലത്, നമുക്കിവിടെ ചീനമുളക് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ ഒരുപാട് ബാക്കിയാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതിലേക്ക് ഇത് പാകത്തിനാണ്. പിന്നെ അച്ചാറിടാൻ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതുണ്ടായിരുന്നു. പിന്നെ അണ്ടിൻ്റെ മേലെ ഒട്ടിപ്പിടിച്ച ഒരു കഴമ്പുണ്ടാവില്ല, അതും കൂടെ എടുത്തിട്ടാണ് കേട്ടോ അച്ചാറിടുന്നത്. നീളം പീസൊക്കെ നമ്മൾ ഉപ്പിലിടാനായിട്ട് എടുത്ത്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൊടിപടിയുള്ള നല്ല ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വിനീഗർ, കുറച്ച് അധികം വിനീഗർ ഒഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, കല്ലുപ്പ് തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം കൂടെ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മുളകും വെളുത്തുള്ളിയൊക്കെ എല്ലായിടത്തും എത്തിക്കോളും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, വിനീഗർ ഇട്ട്. അപ്പോൾ വിനീഗർ ഇതാ കുറച്ചധികം ഒഴിച്ചെടുക്കുന്നുണ്ട്, ഞാൻ ഇത്രയും ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ ലാസ്റ്റ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ ഉപ്പും എരിവൊക്കെ പാകത്തിനുണ്ടോ നോക്കുക. ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി കൂടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഉപ്പിലിട്ട വാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസത്തിനുണ്ടാവുള്ളൂ. നല്ലോണം കഴിക്കും. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടം ഉപ്പിലിട്ട്. മോൾ അങ്ങനെ അച്ചാറ് ഉപ്പിലിട്ടൊന്നും ഒരുപാട് കഴിക്കണ കൂട്ടത്തിലല്ല. അപ്പോൾ ഏതായാലും അതിവിടെ റെഡിയാക്കി വെച്ച് നോമ്പിന് മുമ്പായിട്ട്, ഇപ്പോൾ നോമ്പിനൊക്കെ എല്ലാവർക്കും നോമ്പ് തുറന്നാലൊരു ഉപ്പുമാങ്ങ കഴിക്കാനൊക്കെ ഒരു പൂതിയല്ലേ. അപ്പോൾ അതിന് ഇവിടെ സെറ്റായി. പിന്നെ ബാക്കി വന്ന മാങ്ങൻ്റെ പീസ് വെച്ചിട്ട് ഞാൻ അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇതൊക്കെ ചെയ്യിപ്പിക്കലും രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഞാൻ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നതുകൊണ്ട് ഞാനിതാ പിന്നെ അച്ചാറിടാനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനൊക്കെ എൻ്റെ ഷെക്കുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവന് മാങ്ങ കഴിക്കാനും ഉപ്പിലിട്ടത് കഴിക്കാനും എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പോകും. കാരണം നോമ്പ് തുറന്ന് അവർക്കതൊരു ശീലമാണ്. ഇനിയിപ്പോൾ ഞാനുണ്ടാക്കി വെച്ചാൽ അവർ പുറത്ത് പോകട്ടെ, കാരണം അവർക്കത് എല്ലാവരും കൂടി പോകുന്ന ഒരു രസമാണല്ലോ, ഫ്രണ്ട്സൊക്കെ കൂടെ. അപ്പോൾ ഏതായാലും ഞാൻ ഉപ്പിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ അച്ചാറിടാനായിട്ട് ഇതാ വെളുത്തുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി, പിന്നെ പച്ചമുളക് കുറച്ച് പഴുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ.
കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ കടുക് ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് മറ്റുള്ള ചേരുവകൾ കൊണ്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ പല രീതിയിൽ അച്ചാറിടാറുണ്ട് അല്ലേ. മുളക് പൊടി ചേർക്കാതെ പച്ചമുളകിൻ്റെ എരിവിൽ മാത്രം ചെയ്യാറുണ്ട്. ഞാനിതിൽ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് അച്ചാർ പൊടിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോ, നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ അച്ചാറായിരുന്നു. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോൾ അങ്ങനെ അച്ചാറൊന്നും കൂട്ടുന്ന കൂട്ടത്തിലല്ല കേട്ടോ. പക്ഷെ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവൾ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനും തന്നെ ഒരുപാട് കഴിച്ച അച്ചാറൊന്നും അത്ര നല്ലതല്ല ഒരുപാടൊന്നും കഴിക്കുന്നത്. കാരണം എരിവും പുളിയും ഉപ്പൊക്കെ അത്യാവശ്യം അതിന് അധികം ഉണ്ടാവുന്നതാണ്. അപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റുന്നവർ മാക്സിമം കഴിക്കാതിരിക്കുക തന്നെ നല്ലത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മാങ്ങഞ്ചി ഇവിടെ കട്ട് ചെയ്തിട്ട് സലാജയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്ത് അച്ചാറിട്ടൊക്കെ എനിക്ക് ശരിക്കും എന്താ പറയുക, അച്ചാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കഴിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി വരില്ല. അതേപോലെയാണ്. നല്ല ഇഷ്ടമാണ് കേട്ടോ അച്ചാർ. അതിന് എല്ലാ അച്ചാറൊന്നും കഴിക്കൂല. എനിക്കിങ്ങനെ മാങ്ങൻ്റെ മാങ്ങഞ്ചിൻ്റെ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. അല്ലാണ്ട് കാണുന്ന അച്ചാറുകൾ മുഴുവനും അത്ര താല്പര്യമൊന്നുമില്ല. ഇങ്ങോട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. കുറച്ച് കായപ്പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതായാലും നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആവുന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലൊക്കെ അധികം ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്ന് കുറുകിയിട്ട് മാങ്ങ നമ്മൾ മൂവാണ്ടൻ മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് വരും കേട്ടോ. അടിപൊളി അച്ചാറായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നോമ്പിൻ്റെ മുമ്പായിട്ട് അച്ചാറൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതാ നല്ല കഴിഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഫ്രഷായി എല്ലാം കഴിഞ്ഞ് രാത്രിയിലാണ് കേട്ടോ ഇത് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഞാൻ ആ കുഴിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മാവ് ഉണ്ടാക്കിയിട്ട് മോനിക്ക് കുഴിയപ്പം തിന്നാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മേലെ കുളിക്കാനൊക്കെ ആയിട്ട് പോയതിട്ട്. രാത്രിയിൽ ഇന്നിപ്പോൾ കുളിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ചാറും സെറ്റാക്കി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നമ്മുടെ നനച്ചുള്ളിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും വേറെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾ ഓരോ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമ്മുടെ വീഡിയോ ഒന്ന് റീച്ച് ആവാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.